മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തിന് പിന്നാലെ മുതലപ്പുഴയിൽ മണൽ നീക്കം വേഗത്തിലാക്കാൻ കരാറുകാരന് ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശം. കൂടുതൽ കമ്പനികൾക്ക് കരാർ നൽകാൻ നടപടി തുടങ്ങി. മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ കൂടി മുതലപ്പുഴയിൽ എത്തിക്കും. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, വലിയ പ്രതിഷേധമുണ്ട്. CITUവിന്റെ പോലും നേതൃത്വത്തിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ഏത് തരത്തിലേക്കാണ് മണൽ നീക്കത്തിനുള്ള നടപടികൾ വേഗത്തിൽ നടക്കുന്നത്? അനുജ, വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടതാണ്. അത് അസിസ്റ്റന്റ് ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് INTUCയുടെയും CITUയുടെയും ഒക്കെ പ്രതിഷേധം കഴിഞ്ഞതേ ഉള്ളൂ. നാട്ടുകാരുടെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധവും ആ നിലയിൽ തന്നെ തുടരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതിനിടയിലാണ് മണൽ നീക്കം വേഗത്തിലാക്കാനുള്ള സർക്കാരിന്റെ ഇടപെടൽ. നിലവിലെ മണൽ നീക്കത്തിന് വേഗം പോരാ എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തൽ. നിലവിൽ 2000 ക്യൂബിക് മീറ്റർ മണലാണ് ഒരു ദിവസം ഇവിടെ നിന്ന് നീക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന മണൽ നീക്കം, അത് 13 അടി മണൽ ഉയർന്നു പൊങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലെ ഒരു വിലയിരുത്തൽ. ആ വിലയിരുത്തലിനനുസരിച്ച് ഈ 2000 ക്യൂബിക് മീറ്റർ മണൽ മാത്രം ഒരു ദിവസം നീക്കം ചെയ്താൽ മാസങ്ങളെടുത്താലും ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മാരിടൈം ബോർഡിന്റെ ഒരു ഡ്രഡ്ജർ കൂടി ഇവിടേക്ക് എത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുകയാണ്. അങ്ങനെ 2 ഡ്രഡ്ജറുകൾ ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ട് മണൽ നീക്കം നടത്താം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനിടയിൽ മനുഷ്യസാധ്യമായതെല്ലാം കൂടി ഇവിടുത്തെ നാട്ടുകാരായി ചെയ്യുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അങ്ങനെ ഒരു നീക്കമില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ കൂടി എത്തുന്നതിനനുസരിച്ച് കുറച്ചുകൂടി വേഗം ഇതിന് കൈവരുമെന്നും നാട്ടുകാർ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ഒരു ഡ്രഡ്ജറാണ് ഇവിടെ ഇപ്പോൾ നിലവിലാകെ മണൽ നീക്കുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ഒരേ സമയം പോകുന്ന മണൽ വളരെ കുറഞ്ഞ മണൽ മാത്രമാണ് അവിടെ നിന്നും പോകുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന മണൽ അവിടെ നിന്നും പുറംതള്ളുന്നത് വളരെ ചെറിയ അളവിലാണ്. ഇവിടെ അടിഞ്ഞുകൂടുന്നത് അതിനേക്കാൾ വലിയ അളവിലുമാണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമുഖം വീണ്ടും ഈ മണൽ മൂടി വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമാകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബോട്ടുകൾ കടന്നുപോയിരുന്ന ഇവിടെ നിരവധി ജീവനുകൾ പൊലിഞ്ഞ് ഇതേ സ്ഥലത്ത് ഇപ്പോൾ ഒരു ബീച്ചിന് സമാനമായ അന്തരീക്ഷമാണ്. നാട്ടുകാർ അവിടെ വലയിട്ടൊക്കെ മീൻ പിടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊരു തരത്തിലൊരു ഇവരുടെ പ്രതിഷേധം കൂടിയാണ്. കാരണം മറ്റേതെങ്കിലും തരത്തിലുള്ള മാർഗം ഇവരുടെ മുൻപിൽ ഇല്ലാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. മാത്രമല്ല കൊല്ലത്തെ വിവിധ പോർട്ടുകളിലേക്ക്, ഹാർബറുകളിലേക്ക് ഇവരെ ജോലിക്കായി പുനരധിവസിപ്പിക്കാം എന്നുള്ളതാണ് സർക്കാർ ഇവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം. അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം 170 ബോട്ടുകളാണ് മുതലപ്പുഴയുമായി കേന്ദ്രീകരിച്ചുള്ളത്. അതിൽ ഈ 170 ബോട്ടുകളും ഇവിടെ ഈ കടലിലെ പല വശങ്ങളിലായി കിടക്കുകയാണ്. ഈ അഴിമുഖം കടന്ന് എങ്ങനെ കൊല്ലം തീരത്തേക്ക് അതല്ലെങ്കിൽ കൊല്ലത്തെ വിവിധ പോർട്ടുകളിലേക്ക് ഇവരുടെ ബോട്ട് എത്തിക്കും എന്ന് സർക്കാർ ഒന്ന് പറഞ്ഞു തരട്ടെ എന്നുള്ളതായിരുന്നു ഇവർ ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ പ്രതിസന്ധികൾ പലതുണ്ട്. അതിനിടയിൽ നാളെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാനുമായി ഇവർ കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അതിലൊരു തീരുമാനമുണ്ടാകും. ഇവരുടെ ആശങ്ക ഈ എങ്ങനെ കപ്പൽ അവിടേക്ക് എത്തിക്കും എന്നതുൾപ്പെടെയുള്ള ആശങ്ക. അതിനുശേഷം ഇവിടെ നിന്ന് മാറിയാൽ പിന്നീട് ഏത് കാലത്ത് അവർക്ക് തിരികെ വരാൻ കഴിയുമെന്നുള്ള ആശങ്കയൊക്കെ മന്ത്രിയെ അറിയിക്കും. കൊല്ലത്തേക്ക് പോകാൻ തങ്ങൾ തയ്യാറല്ല എന്നുള്ളതും അറിയിക്കും. പ്രത്യേകിച്ചും മെയ് 1 മുതൽ ചാകരക്കാലമാണ്. ആ ചാകരക്കാലം മെയ് 1 മുതൽ ഒരു സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന ചാകരക്കാലം, ഇവർ പ്രതീക്ഷിക്കുന്ന ചാകരക്കാലത്തിൽ ഏതെങ്കിലും നിലയിൽ ഇവർക്കൊരു ഗുണപരമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അവരുടെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ സമയം അവർക്ക് കടന്നു പോകാനുള്ള ഒരു സാധ്യത കൂടി മങ്ങുന്ന ഒരു പ്രശ്നം കൂടിയുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഏത് നിലയിലുള്ള പരിഹാരം വേണമെന്നുള്ളതിൽ വലിയ കൂടിയാലോചനയും വലിയ പഠനവും വേണം. മുതലപ്പുഴയ്ക്കായി ഒരു പ്രത്യേക പാക്കേജ്, പ്രത്യേക പഠനമൊക്കെ നാളുകളായി ഇവർ ആവശ്യപ്പെടുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു അപകടവും, ഇത്തരത്തിൽ ഈ അഴിമുഖം മണൽ മൂടുമെന്നൊരു അപകടവും ഇവർ പറയാൻ തുടങ്ങിയതാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ തന്നെ അവർ പറയാൻ തുടങ്ങിയതാണ് ഇത്തരത്തിലൊരു വലിയ അപകടം ഇവിടെ കൊണ്ട് എന്നുള്ളത്. പക്ഷെ അതിന് കാര്യമായി ഏതെങ്കിലും നിലയിലൊന്ന് സഹകരിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെയാണ് CITUവിന്റെ ഇന്നത്തെ സമരത്തിലെ മുദ്രാവാക്യം ഉൾപ്പെടെ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യമായിരുന്നു. ഒരു CPIMന്റെ തൊഴിലാളി സംഘടനയായ CITU ആയിട്ട് പോലും മന്ത്രിയുടെ രാജി പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണം, ഭരണം ഞങ്ങൾ നോക്കില്ല എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു ഈ വലിയ പ്രതിഷേധം അവിടെ ഉണ്ട് മുതലപ്പുഴയിൽ. അതിനിടെ മണൽ നീക്കം വേഗത്തിലാക്കുകയാണ് കരാറുകാരന് ഫിഷറീസ് വകുപ്പ്. അതിന് നിർദ്ദേശം നൽകി. കൂടുതൽ കമ്പനികൾക്ക് കരാർ നൽകാനുള്ള നടപടിയിലേക്ക് പോകുന്നു. മാരിടൈം ബോർഡിന്റെ ഡ്രഡ്ജർ കൂടി മുതലപ്പുഴയിൽ എത്തിക്കും. നിലവിൽ ഡ്രഡ്ജർ അവിടെ മണൽ നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും പര്യാപ്തമാകില്ല എന്നതാണ്. എന്താകും ഇനി സർക്കാർ ഒരു പരിഹാരമായി കാണാൻ പോകുന്നത്? കൊല്ലത്തേക്കുള്ള പുനരധിവാസം എന്നതിൽ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിയോജിപ്പുണ്ട്. നാളെ സംയുക്ത സമരസമിതിയുമായി മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും.